ഇന്ത്യൻ എക്സ്പ്രസിന്റെ തമിഴ്നാട് ഹെഡ് അരുൺ ജനാർദ്ദൻ കൂടി ചേരുന്നു. ശ്രീ അരുൺ ജനാർദ്ദനൻ, തമിഴ്നാട്ടിൽ ഒരു പുതുയുഗപ്പിറവി എന്ന് വിജയും TVK പ്രവർത്തകരുമൊക്കെ വിശേഷിപ്പിക്കുകയാണ്. ആ നിലയിലൊരു ഭരണമാറ്റം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 59 വർഷത്തോളമായി ദ്രാവിഡ പാർട്ടികൾ ഭരിച്ചിരുന്ന തമിഴ്നാട്ടിൽ ഒരു വ്യത്യസ്ത ഭരണ സംവിധാനത്തിലേക്ക്, ഭരണരീതിയിലേക്ക്, സംവിധാനം അപ്പാടെ മാറുമോ എന്നറിയില്ല, പക്ഷേ അത്തരമൊരു രീതിയിലേക്കെങ്കിലും ഇപ്പോൾ മാറുകയാണ്. എങ്ങനെയാണ് താങ്കൾ ഈ വിജയുടെ വരാൻ പോകുന്ന ഈ ഭരണത്തെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഇത് വലിയൊരു ഒരു തമിഴ്നാടിന്റെ ചരിത്രത്തിൽ ഒരു 1967 ശേഷം, അതിനുശേഷം MGRന്റെ ഭരണം വന്നതിന് ശേഷം, അതിനുശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ചരിത്ര സംഭവം പോലുള്ള ഒരു നിമിഷമാണ് ഇത്. വലിയൊരു മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുവരെ ഉണ്ടാകാത്ത തരത്തില് ഒരു മൂന്നാമതൊരു പാർട്ടിയെ ജയിപ്പിക്കുന്ന തരത്തിലുള്ളൊരു വലിയൊരു മാറ്റം. ഇതിനു മുമ്പ് നിരവധി മൂന്നാമന്മാർ വന്നിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ 90കളുടെ ആദ്യത്തിൽ വൈക്കോ വന്നിരുന്നു, അതിനുശേഷം വിജയകാന്ത് വന്നു, കമലഹാസൻ വരാനൊരു ശ്രമം നടത്തി. പക്ഷെ ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരിക്കലും ഇല്ലാത്ത തരത്തില് ചെറുപ്പക്കാരുടെ പലതരത്തിലുള്ള ആളുകളുടെ, പ്രധാനമായിട്ടും അർബൻ പൂവർ, ഇപ്പൊ വിജയ്ക്ക് വോട്ട് ചെയ്ത ആളുകളെ നോക്കുകയാണെങ്കിൽ ഡ്രൈവർമാർ, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവർ, ദിവസവേതനത്തിൽ വർക്ക് ചെയ്യുന്നവര്, മറ്റ് ഈ സ്വിഗ്ഗി അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരുവിധ ഉറപ്പും ഇല്ലാത്ത ജോലികളിൽ ഇരിക്കുന്നവര്, ഇത്തരത്തിലുള്ള ഏറ്റവും സാധാരണക്കാരുമായിട്ടുള്ള ആളുകൾ കൊടുത്ത ഒരു ജനവിധിയാണിത്. അപ്പൊ ഇതിന് ധാരാളം വിമർശനങ്ങളുണ്ട്. ഈ വിജയ് എന്ന് പറയുന്ന ആൾക്ക് രാഷ്ട്രീയമില്ലെന്നും, അദ്ദേഹത്തിന് ഭരണപരിചയമില്ലെന്നും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഐഡിയോളജി ഇല്ല, അദ്ദേഹത്തിന്റെ പുറകിലുള്ളവർ വെറും സിനിമാക്കാരാണ്, അല്ലെങ്കിൽ വെറും ആരാധകരാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന വലിയൊരു വിമർശനമുണ്ട്. തീർച്ചയായിട്ടും MGRന്റെ പിന്നിലുണ്ടായിരുന്നവർ കുറച്ചും കൂടെ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടവരായിരുന്നു. പക്ഷെ ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, വിജയ്ക്ക് കിട്ടിയ വോട്ടെന്ന് പറയുന്നത് അത് ഇപ്പൊ കേരളത്തിലുണ്ടായതുപോലെ ഒരു പാർട്ടിയെ തോൽപ്പിക്കാൻ വന്ന ഒരു വോട്ടല്ല, മറിച്ച് ഭരണത്തിലിരുന്ന പാർട്ടിയെ ജനങ്ങൾ തോൽപ്പിച്ചപ്പോ അവര് പ്രതിപക്ഷത്തിനല്ല വോട്ട് ചെയ്തത്. പ്രതിപക്ഷത്തെ അവര് 3ാം സ്ഥാനത്തോട്ടാണ് തള്ളിവിട്ടത്. അവര് വോട്ട് ചെയ്തത് ഒരു പുതിയൊരു മുഖത്തിനാണ്. അപ്പൊ ഈ ഒരു മുഖത്തിനുള്ള ഒരു കാത്തിരിപ്പുണ്ടായിരുന്നിരിക്കാം. അത്തരത്തിലുള്ള ഒരു മാറ്റത്തിനുള്ള ഒരു വലിയൊരു ഒരു ആഗ്രഹം, ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ പവർഫുൾ യൂണിഫയിങ് ലീഡർ എന്ന് നമ്മൾ പറയുന്ന തരത്തിലുള്ള ഒരു മാറ്റം ആളുകൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പൊ ഇന്ന് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കെന്ന് പറയുന്നത് ഒരൊറ്റ പവർ സെന്ററേ ഉണ്ടാവുള്ളൂ എന്നാണ്. ആർക്കെങ്കിലും നമുക്ക് അധികാരം കിട്ടി ഇനി അങ്ങ് ആടിക്കളയാം എന്ന് ആർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചേരെ എന്ന് അദ്ദേഹത്തിന്റെ തന്നെ ആളുകളോട് പറയുകയാണ്. അപ്പം ഇത്തരത്തിൽ ഇത് എല്ലാം കൂടി ചേർന്നതാണ്. ഇത് വളരെ സിനിമാറ്റിക് ആണ്, ഇത് വളരെ അൺബിലീവബിൾ ആണ്. അദ്ദേഹം ഫോർട്ട് സെന്റ് ജോർജിലെ ആ കസേരയിൽ, എന്ന് വെച്ചാൽ തമിഴ്നാടിന്റെ സെക്രട്ടേറിയറ്റിന്റെ പേരാണത്, അവിടെ ആ കസേരയിൽ അദ്ദേഹം പോയി ഇരിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സിനിമയിൽ അദ്ദേഹവും അല്ലെങ്കിൽ മുതൽവൻ പോലെയുള്ള ചിത്രങ്ങളിലൊക്കെ പലരും കണ്ടിട്ടുള്ള ഒരു സിനിമാറ്റിക് സീനാണത്. അപ്പം അത് ഇവിടെ നടന്നിരിക്കുമ്പം അത് നടന്നതും വളരെ ഒരുപക്ഷെ തമാശയായിട്ടുള്ള ധാരാളം ഘടകങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാല് അദ്ദേഹത്തിന് CPI CPM പോലെയുള്ള പാർട്ടികളുടെ പിന്തുണയോടെ അദ്ദേഹത്തിന് പിന്തുണ വേണ്ടിയിരിക്കുന്ന ഒരു അവസാന നിമിഷത്തിൽ പോലും അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ളവര് ആ പാർട്ടി, ഈ CPM CPI നേതാക്കൾക്കൊക്കെ ഈ കോലീഷനിലോട്ട് വരാൻ വേണ്ടി അയച്ച ഇൻവിറ്റേഷൻ അവര് നേരിട്ട് പോയി പാർട്ടി ഓഫീസിൽ പോയി കൊടുത്തല്ല, മറിച്ച് വാട്സപ്പിലാണ് അയച്ചത്. അപ്പം തമിഴ്നാടിന്റെ ഒരു പഴയൊരു രാഷ്ട്രീയം, ഒരുപക്ഷെ കേരളത്തിന്റെ അടക്കം മുന്നണികൾ അല്ലെങ്കിൽ മുന്നണി അംഗങ്ങൾ, നേതാക്കള് പരസ്പരം നേരിട്ട് കാണുന്നു, കൈ കൊടുക്കുന്നു, അത്തരത്തിലുള്ള ഒരു പേഴ്സണൽ ടച്ച് എല്ലാം എഴുതി തയ്യാറാക്കുന്നു. ഇവിടെ ഇത് കൂടുതലും കുറച്ചുകൂടെ എന്താ പറയാ ജെൻസിയാണ്. ഇത് PDF അയക്കുകയാണ്, ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയാണ്, അല്ലെങ്കിൽ അത്തരത്തില് ഇത് വലിയൊരു മാറ്റമുണ്ട് ഇതിനകത്ത്. ഈ മാറ്റം നല്ലതെന്നോ ചീത്തയെന്നോ പറയാനല്ല. ഒരുപക്ഷെ വിജയ് എന്ന് പറയുന്ന ആള് ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ അങ്ങേയറ്റം മികച്ചതാവാം, അല്ലെങ്കിൽ അദ്ദേഹം ഇനി തൊട്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം എക്സ്പോസ് ചെയ്യപ്പെടുക. അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ എങ്ങനെയുള്ളവരാണെന്ന് നമുക്ക് അറിയില്ല. ഇങ്ങനെയുള്ള നിരവധിയായ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും ഏറ്റവും രസകരമായ ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ഈ വിജയം ഏറ്റവും ഭയപ്പെടുത്തിയത് ഇവിടുത്തെ ഈ 2 പാർട്ടികളെയാണ്.
ആ ഭയം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 2 ഭയമാണ്. കാരണം ഒന്ന്, ഇദ്ദേഹം ഞാൻ ഈ പറഞ്ഞതുപോലെ ഇവര് വളരെ സിനിമാറ്റിക് ആണ് ഈ നടന്നിരിക്കുന്നതെല്ലാം, ഇലക്ഷനും അതിനുശേഷം നടക്കുന്നതും എല്ലാം. അപ്പം അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷവും അദ്ദേഹം ഒരു ഹീറോയെ പോലെ പെരുമാറിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇതിനു മുൻപിരുന്ന ഭരണാധികാരികളെ പിടിച്ചകത്തിടും, അല്ലെങ്കിൽ അവരെ ചേസ് ചെയ്യും. അപ്പൊ ആ ഒരു ഭയം യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഇതിനു മുമ്പ് ഇവിടെ ഭരിച്ചിരുന്ന പാർട്ടികൾക്കുണ്ട്. രണ്ടാമത്തെ ഭയം എന്ന് പറയുന്നത് ഒരുപക്ഷെ ചരിത്രത്തെ പറ്റിയിട്ടുള്ള ഒരു ഭയമാണ്. കാരണം 13 വർഷം എന്ന് പറയുന്നത് MGR അധികാരത്തിൽ വന്നതിന് ശേഷം ഇരുന്ന ഒരു കാലഘട്ടമാണ്. ആ 13 ഇയേഴ്സ് എന്ന് പറയുന്നത് വിജയുടെ കാര്യത്തില് 30 ഇയേഴ്സ് ആയി മാറുമോ എന്ന് പോലും ഇവര് ഭയക്കുന്നു. തീർച്ചയായും ശ്രീ അരുൺ ജനാർദ്ദനൻ, അതൊക്കെ കാലം തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.